എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? എന്റെ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. അപ്പോ എന്താ പറയാ, എനിക്ക് ഭയങ്കര എനിക്ക് എങ്ങനെ നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ. നീ വിഷമിക്കാൻ, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എന്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ബ്ലോഗർ അരുണിമയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി അർദ്ധരാത്രിയിൽ വിട്ടു എന്നുള്ളത്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? പക്ഷെ യഥാർത്ഥമായി അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവരന്ന് രാത്രിയിൽ ഒരിക്കലും അരുണിമയെ ഇറക്കി വിട്ടിട്ടില്ല. അവരരുണിമയോട് തിങ്കളാഴ്ച പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അരുണിമ തന്നെയാണ് പോകുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത്. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. ഓക്കെ, അവർ പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. നാളെ പോകാമെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുന്നു. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. അരുണിമ പറയുന്നത് കേൾക്കണം. ഞാനിവിടെ വലിഞ്ഞു കയറി വന്നതൊന്നും അല്ലല്ലോ. ഒന്നുമില്ലാത്തടത്തൊന്നും വന്നതൊന്നും അല്ല. 4 നേരം അന്തസ്സായിട്ട് ആഹാരം കഴിക്കുന്ന കുടുംബത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതിനൊന്നും ഇല്ലേ? നിങ്ങളെല്ലാം വീഡിയോ കാണുന്നല്ലേ ഞാൻ എവിടെയൊക്കെയാ താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവരൊപ്പം ലോകം കാണാത്തവരല്ല ഞാൻ. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പേരും. ഇവരെ പോലെ ലോകം കാണാത്തവരല്ലല്ലോ ഞാനെന്ന് അവരുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അരുണിമ ഇത് പറയുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എന്തൊരു പരിപാടിയത് മനസ്സിലാവുന്നില്ലടേ. എന്താ അരുണിമ ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.